ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഓണം എക്സാമിൻ്റെ ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആക്ടിവിറ്റി 5 ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോട്ടിൽ തന്നിട്ടുണ്ട്. വോംസ് പുഴുക്കൾ, ആൻസ് ഉറുമ്പുകൾ, സ്മോൾ ബഗ്സ് ചെറിയ മൂട്ടകൾ. വോംസ് എങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കൂ, എത്ര എണ്ണം ഉണ്ട് നോക്കൂ. വോംസ് 1 2 3 4 5 6. ആൻസ് 1 2 3 4 5 ആൻസ് ആണുള്ളത്. സ്മോൾ ബഗ്സ് 3 ആണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ക്രീച്ചേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ്. ഈ ക്രീച്ചേഴ്സിൻ്റെ, ഈ ജീവികളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 3 5 6 എന്ന് എഴുതുക. അടുത്തത് പ്രവർത്തനം 6 പറവകൾ. വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷിയുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ആരാത്? കൊക്കല്ലേ. വായിക്കൂ, വരച്ച് യോജിപ്പിക്കൂ. അതായത് ചോട്ട് തന്നിരിക്കുന്നതൊക്കെ വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പക്ഷികളുടെ നേരെ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താ ഇപ്പോൾ തന്നിരിക്കുന്നത്? പച്ച നിറം. പച്ച നിറം എന്താണ്? തത്തയല്ലേ. ഇപ്പോൾ തത്തയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് അരി തിന്നുമെന്നാണ്. അരി തിന്നും എന്ന് വേണമെങ്കിൽ നമുക്ക് കാക്കയിലേക്ക് യോജിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടില്ല, ഒരു ചിത്രം നമുക്ക് തന്നിട്ടില്ല. നമുക്ക് അവിടെ ഒരു കോഴീനെ വരച്ചിട്ട് അരി തിന്നുമെന്ന് പറഞ്ഞ് അതിലേക്ക് യോജിപ്പിക്കാം. അടുത്തത് തേൻ കുടിക്കുമെന്നാണ്. അത് തേൻകുരുവിയാണ്. തേൻകുരുവിയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് മീൻ തിന്നുമെന്നാണ്. മീൻ തിന്നും എന്നുള്ളത് കാക്കയിലേക്ക് വരച്ച് യോജിപ്പിക്കാം. വളഞ്ഞ ചുണ്ട് പരുന്തിലേക്ക് വരച്ച് യോജിപ്പിക്കാം. വീട്ടിൽ വളർത്തും, അത് നമുക്ക് കോഴിയിലേക്കും വരച്ച് യോജിപ്പിക്കാം, തത്തയിലേക്കും വരച്ച് യോജിപ്പിക്കാം. ഇവിടെ കോഴി വരയ്ക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുകളിൽ തന്ന കൊക്കിനെ വരച്ചാലും മതി. അപ്പോൾ നമ്മൾ ആ കൊക്കിൻ്റെ നേരെ എന്ത് ചെയ്യണം? മീൻ തിന്നും എന്നതിലേക്ക് വരച്ച് യോജിപ്പിക്കണം. അടുത്തത് പ്രവർത്തനം 7 കളി കളി കളിപ്പാട്ടം. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വരികൾ നോക്കാം. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. നമുക്കിവിടെ കുറേ കളിപ്പാട്ടത്തിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഈ ചിത്രത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് നമുക്ക് വരികൾ കൂട്ടിച്ചേർത്താൽ മതി. അടുത്തത് നമുക്ക് കളി കളി കളിച്ചിരി എന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി 3 വരികളും കൂടിയും കൂട്ടിച്ചേർക്കണം. നമുക്ക് അടുത്തത് എന്തായിട്ട് എഴുതാം? അടുത്ത വരി ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം എന്ന് എഴുതിയിട്ട് കാറ്റാടിയാണേ കളിപ്പാട്ടം എന്ന് എഴുതാം. അടുത്ത 4 വരികളിൽ കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, ഓലപ്പന്താണേ കളിപ്പാട്ടം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഓലപ്പാമ്പാണേ കളിപ്പാട്ടം എന്ന് എഴുതാം. അല്ലെങ്കിൽ കണ്ണടയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കണ്ണടയാണേ കളിപ്പാട്ടം. അങ്ങനെ ഏത് കളിപ്പാട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി ചേർക്കാം. അടുത്തത് പ്രവർത്തനം 8 കളികൾ. വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കളികൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്തുകളി, കഞ്ഞിയും കറിയും വെച്ചുകളി, കുളം കര, ചാടിക്കളി, ക്യാരം ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളി. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ശരി അടയാളം ഇടൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ക്രിക്കറ്റിന് ഉപകരണം ആവശ്യമുണ്ടല്ലോ, ഉണ്ട്. ഒളിച്ചു കളിക്ക് വേണ്ട, അപ്പോൾ നമുക്ക് ടിക്കിടാം. കബഡിക്ക് വേണ്ട, ടിക്കിടാം. പന്തുകളിക്ക് പന്ത് വേണമല്ലോ, അപ്പോൾ ഇടണ്ട. കഞ്ഞിയും കറിയും വെച്ചു കളിക്ക് നമുക്ക് പാത്രങ്ങളൊക്കെ വേണമല്ലേ. കുളം കരയ്ക്കോ ഉപകരണങ്ങൾ വേണ്ട, അപ്പോൾ ടിക്കിടാം. ചാടിക്കളിക്കും വേണ്ട, ടിക്കിടാം. ക്യാരം ബോർഡിന് വേണം, പാമ്പും കോണിക്കും വേണം. തൊട്ടുകളിക്ക് വേണോ? വേണ്ട, അപ്പോൾ അതിലും ടിക്കിടാം. അപ്പോൾ ഏതൊക്കെയാണ്? ഒളിച്ചുകളി, കബഡി, കുളം കര, ചാടിക്കളി, തൊട്ടുകളി.